വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ശാലിനി ചെല്ലുകയാണ്. അന്നേരം പെട്ടെന്ന് ഉണർന്ന് വിഷ്ണു ചാടി എഴുന്നേൽക്കുമ്പോൾ പിറകോട്ട് മാറിയിട്ട് ഒന്ന് പരിഭ്രമിക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് എന്താ? അന്നേരം ശാലിനി പറയുകയാണ് ഇയാൾ ഉറങ്ങിയോ എന്ന് നോക്കിയതാണ്. ഒന്ന് എഴുന്നേറ്റിരുന്നിട്ട് വിഷ്ണു ചോദിക്കുകയാണ് അത് അവിടെ കിടന്ന് നോക്കിയാൽ പോരെ, ഇങ്ങനെ അടുത്ത് വന്ന് നോക്കണോ? അന്നേരം തിരിഞ്ഞു തന്നെ കിടന്നുകൊണ്ട് ശാലിനി പറയുകയാണ് ഇവിടെ കിടന്നിട്ടേ കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് അങ്ങോട്ട് വന്ന് നോക്കിയത്. കിടന്ന ശേഷം വീണ്ടും വിഷ്ണു ചിന്തിക്കുകയാണ് ചേടാ ഇതിനി എന്തിനായിരിക്കും വന്നത്, ഇനി അതിനാണോ? അതേസമയം തിരിഞ്ഞെടുക്കുന്ന ശാലിനി വിഷ്ണുവിന് നേരെ നോക്കുകയാണ്. അന്നേരം തന്നെ നോക്കി ചിരിച്ചു കിടക്കുന്ന വിഷ്ണുവിനെ കണ്ട് ചമ്മിയെന്നും പറഞ്ഞ് തലയിണയിൽ മുഖമർത്തി കിടക്കുകയാണ് ശാലിനി. തുടർന്ന് വിഷ്ണു വീണ്ടും ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് ശാലിനി തിരിഞ്ഞു നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖം തൻ്റെ മുഖത്തോട് ചേർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്താണെന്ന് ഞെട്ടിത്തെറിച്ച് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് അല്ല ഇയാളിനി എന്തെങ്കിലും എനിക്ക് തരാനായിട്ട് വന്നതാണോ? എന്ത് തരാനെന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് അല്ല അതിന് ഞാൻ ഉറക്കത്തിലായിരിക്കുമ്പോൾ വേണ്ട, ഉണർന്നിരിക്കുമ്പോൾ തന്നെ തന്നോളൂ. ഒന്ന് പോവിടുന്നെന്ന് പറഞ്ഞിട്ട് തലയണ മധ്യത്തേക്ക് ഒന്ന് ചേർത്തെടുത്ത് വെച്ചിട്ട് ശാലിനി പറയുകയാണ് അതിര് എന്ന് പറഞ്ഞ് വീണ്ടും അച്ഛോ എന്നും പറഞ്ഞ് ചമ്മിയ പോലെ കിടക്കുകയാണ് ശാലിനി. പക്ഷേ കാര്യം മനസ്സിലായ വിഷ്ണു ശാലിനിയെ തന്നെ നോക്കിയിട്ട് പറയുകയാണ് അത് തന്നെ, കാര്യങ്ങൾ എത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. തുടർന്ന് തിരിഞ്ഞു കിടക്കുന്ന ശാലിനിയെ നോക്കി നാണത്തോടു കൂടി ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുത്തിട്ട് ആ നടുക്ക് വെച്ചിരുന്ന തലേണയും കെട്ടിപ്പിടിച്ചുറങ്ങുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുകയാണ് രാജേശ്വരിയും ബാലചന്ദ്രനും. അവരകത്തേക്ക് കയറുമ്പോൾ വാതിൽ അടച്ചിരിക്കുന്നത് കണ്ട് രാജേശ്വരി പറയുകയാണ് ആരെയും കാണുന്നില്ലല്ലോ, നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ. അന്നേരം ശാരദാമ്മേ ശാരദാമ്മേ എന്ന് 2 വട്ടം ബാലചന്ദ്രൻ വിളിക്കുന്നെങ്കിലും ആരും കതക് തുറക്കുന്നില്ല. ഒന്നുകൂടി ഉറക്കെ വിളിക്കെന്ന് പറയുമ്പോൾ 1-2 പ്രാവശ്യം ഉറക്കെ വിളിക്കുകയാണ് ബാലചന്ദ്രൻ. അന്നേരം അകത്തു നിന്നും ശാരദാമ്മ കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ശാരദാമ്മയ്ക്ക് ഇന്ന് നമ്മളാണോ കണിയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അങ്ങനെ പറയാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വാന്ന് വിളിക്കുകയാണ് ശാരദാമ്മ. അന്നേരം രാജേശ്വരി പറയുകയാണ് ഇരുന്ന് സംസാരിക്കണം എന്നില്ല ശാരദാമ്മേ, ഞങ്ങളൊരു നിർദ്ദേശം ശാരദാമ്മയ്ക്ക് മുമ്പിലേക്ക് വയ്ക്കാമെന്നതാണ്, അതിൽ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി ശാരദാമ്മ. എന്തായാലും അകത്തിരുന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് ശാരദാമ്മ അകത്തേക്ക് പോകുമ്പോൾ അകത്തേക്ക് കയറുകയാണ് ബാലചന്ദ്രനും രാജേശ്വരിയും. അകത്തേക്കിരുന്ന ശേഷം രാജേശ്വരി ചോദിക്കുകയാണ് എന്താ ശാരദാമ്മേ ഒരു രഹസ്യ സ്വഭാവം, മറ്റാരും അറിയാതെയാണോ ഈ ഇടപാട്? അധികമാരും അറിയണ്ടെന്ന് വച്ചു എന്ന് ശാരദാമ്മ പറയുമ്പോൾ രാജേശ്വരി ചോദിക്കുകയാണ് എന്ന് വെച്ചാൽ ശാരദാമ്മയുടെ മക്കൾ കൂടി അറിയാതെയാണ് ഈ ഇടപാട്, അതിന് നിങ്ങൾ ഈ കാര്യത്തിൽ വാക്കൊന്നും തന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. അന്നേരം രാജേശ്വരി പറയുകയാണ് ഇന്ന് ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നുണ്ട്, അതിനിടയിൽ ഇനി ശാലിനിയോ മറ്റോ കയറി വന്നാലോ? അവരെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാമെന്ന് പറയുകയാണ് ശാരദാമ്മ. അന്നേരം രാജേശ്വരി പറയുകയാണ് ഈ രാജേശ്വരി വാക്ക് പറഞ്ഞാൽ വാക്കാണ്, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, അതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ എന്ത് വാക്ക് പാലിക്കാതിരുന്നു എന്നാണ് ശാരദാമ്മ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ് ഇതിനകം അൽഷിമേഴ്സ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ ശാരദാമ്മയ്ക്ക് ഓർമ്മ കാണും. ഈ ഭൂമിക്കും വീടിനും ഹോട്ടലിനും ഒക്കെയായി 10 ലക്ഷം രൂപ ഞാനും ഗോപാലേട്ടനും കൂടി ഒരിക്കൽ ശാരദാമ്മയെ ഏൽപ്പിച്ചിരുന്നു. വീടൊഴിയാൻ പറ്റില്ല എന്നും പറഞ്ഞ് പിറ്റേന്ന് നിങ്ങൾ ആ 10 ലക്ഷം രൂപയുമായി തിരികെ വന്നു, വാക്ക് വ്യത്യാസമല്ലേ അത്? അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ് ഞാൻ ആ പണം നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചതല്ലല്ലോ, നിങ്ങൾ എന്നിലേക്ക് പിടിച്ചേൽപ്പിച്ചതല്ലേ. എന്തായാലും നിങ്ങളത് വാങ്ങിവെച്ചു എന്നുള്ളത് സത്യമല്ലേ, പിന്നെ എങ്ങനെയാണ് ഞാനത് തിരികെ വാങ്ങിക്കാൻ പെട്ട പാടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ബാലചന്ദ്രൻ പറയുകയാണ് പഴങ്കഥയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, ഇപ്പോൾ വീടും ഹോട്ടലുമൊക്കെ ഒഴിഞ്ഞു തരാമെന്നും പറഞ്ഞ് ശാരദാമ്മ ഇങ്ങോട്ട് വന്നിരിക്കുകയല്ലേ, ഇനി അത് സംസാരിക്കാമെന്ന് പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ് അതെ, ചുരുക്കത്തിൽ ഈ വീടും ഹോട്ടലുമൊക്കെ ശാരദാമ്മ എനിക്ക് ഒഴിഞ്ഞു തരുന്നതിന് ഞാൻ 10 പൈസ തരേണ്ട ആവശ്യമില്ല. കാരണം ഇതിരിക്കുന്ന ഭൂമിയൊക്കെ ഗോപാലേട്ടൻ്റെ പേരിലുള്ളതാണ്, അതല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. അന്നേരം രാജേശ്വരി പറയുകയാണ് അതെ, അത് ഓർമ്മ വേണം, പിന്നെ ഞങ്ങൾ കാണിക്കുന്നതെല്ലാം കരുണ. അത് പറഞ്ഞിട്ട് ബാലചന്ദ്രനോട് പറയുകയാണ് ബാല ഇനി നീ പറഞ്ഞോ. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ് ശാരദാമ്മേ നിങ്ങളോട് ഞങ്ങൾക്ക് കരുണ കാണിക്കേണ്ട ഒരു കാര്യവുമില്ല, ഇതിനു മുമ്പ് ഞാൻ ഈ വീട്ടിൽ കാലുകുത്തിയത് ഒരു കല്യാണാലോചനയുമായിട്ടാണ്. അതിനുശേഷം എനിക്കുണ്ടായ അപമാനവും ദുരഭിമാനവും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അന്നേരം അവിടേക്ക് വന്ന ശാന്ത ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുകയാണ്. ചേച്ചിയുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇടപാട് നടക്കുന്നത്, അതും നിങ്ങൾക്ക് ഗുണമുള്ള രീതിയിൽ. തുടർന്ന് രാജേശ്വരി പറയുകയാണ് അതെ ശാരദാമ്മേ, മുമ്പ് ഈ ഹോട്ടലിനും വീടിനും ഭൂമിക്കും ഒക്കെയായി ഞങ്ങൾ വിലയിട്ടത് 10 ലക്ഷം രൂപയാണ്.
പക്ഷേ ഇത്തവണ ശാരദാമ്മ ഇങ്ങോട്ട് വന്നതല്ലേ എന്ന് കരുതി ഞങ്ങളൊട്ടും കുറയ്ക്കുന്നില്ല, കൂട്ടുന്നതേ ഉള്ളൂ. 10 ലക്ഷത്തിൽ കൂടുതൽ തരും, പക്ഷേ പണമായിട്ടല്ല, പൊന്നായിട്ട്. എന്ന് വെച്ചാൽ എത്രയാന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ് 30 പവൻ. മൂല്യം കണക്കാക്കുമ്പോൾ 10 ലക്ഷത്തിൽ കൂടുതൽ വരും. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ് 30 പവൻ എന്ന് പറഞ്ഞാൽ അത് 15 ലക്ഷത്തിൽ താഴെയല്ലേ വരൂ? ഈ വീടിനും ഭൂമിക്കും ഹോട്ടലിനും പിന്നെ ചുറ്റുമുള്ള ഭൂമിക്കും എല്ലാത്തിനും കൂടിയെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ് അത്രയ്ക്ക് മൂല്യമൊന്നും ഞങ്ങളിതിന് കാണുന്നില്ല ശാരദാമ്മേ. സമ്മതമാണെങ്കിൽ മാത്രം രൊക്കം ഇടപാട് എന്ന് തങ്ങളുടെ തീരുമാനം അറിയിക്കുകയാണ് രാജേശ്വരി. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ് 30 പവൻ ഉണ്ടെങ്കിൽ ശാരികയുടെ സ്ത്രീധന പ്രശ്നം തീർന്നു കിട്ടുമല്ലോ. ഒരു പെൺകുട്ടിയുടെ കണ്ണീര് കാണണ്ടല്ലോ എന്നാണ് ചേച്ചി പറഞ്ഞത്. അന്നേരം സങ്കടത്തോടെ ശാരദാമ്മ ചോദിക്കുകയാണ് 30 പവൻ മാത്രം വാങ്ങി ഞങ്ങൾ ഈ വീട് വിട്ടിറങ്ങിയാൽ ഞാൻ ശ്യാമയെയും കൂട്ടി എങ്ങോട്ട് പോകും? അവളും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. 2 മുറിയുള്ള ഒരു വീടിന് അഡ്വാൻസ് കൊടുക്കണമെങ്കിൽ പോലും വേണം 50,000 രൂപ. അന്നേരം എഴുന്നേറ്റ ശേഷം രാജേശ്വരി പറയുകയാണ് ബാല, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇതൊന്നും നടക്കില്ലാന്ന്. ഇവരുടെ പണക്കൊതിയൊന്നും ഈ കാലത്തൊന്നും തീരില്ല. ഈ കണ്ണീരും കൈയും കാണാമെന്നല്ലേ അല്ലാതെ നമുക്ക് ഒരു പ്രയോജനവുമില്ല. വാ നമുക്ക് പോകാമെന്ന് രാജേശ്വരി പറയുമ്പോൾ രാജേശ്വരി പിടിച്ചു നിർത്തി ബാലചന്ദ്രൻ പറയുകയാണ് ചേച്ചി ഒന്ന് നിന്നേ. എന്നിട്ട് ശാരദാമ്മയോട് ചോദിക്കുകയാണ് ശാരദാമ്മേ, നിങ്ങളുടെ കയ്യിലൊരു കല്ലുണ്ട്, അതിന് 1 ലക്ഷം രൂപ വേണമെന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ? ആ കല്ലിന് അത്രയും വില കിട്ടുമോ? ഒരു മകളെയും കൂട്ടി ഈ വീട് വിട്ടിറങ്ങണോ അതോ കെട്ടിച്ചു വിട്ട മകളെയും കൂടി കെട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ പൊറുക്കണമോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും കുടുംബശ്രീ ഹോട്ടൽ നിന്നു പോകുമെന്ന് ആരും പേടിക്കണ്ട. നിങ്ങളുടെ ഗതി തന്നെയാണല്ലോ ശാരികയ്ക്ക് എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ബാലചന്ദ്രൻ. ഇവിടത്തെ അടുക്കളപ്പുറത്ത് തന്നെ പറ്റിക്കൂടാം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ് ബാല, നീ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് രാജേശ്വരി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്താ ശാരദാമ്മയെന്ന് ശാരദാമ്മയെ നോക്കി കൈ കാണിച്ചിട്ട് കൂടെ ഇറങ്ങുകയാണ് ബാലചന്ദ്രനും. തുടർന്ന് രാജേശ്വരിയുടെ പിറകെ ചെന്ന് ശാരദാമ്മ പറയുകയാണ് രാജേശ്വരി, എനിക്ക് സമ്മതമാണ്, പൂർണ്ണ സമ്മതം. ബാല, എന്ത് വേണമെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് ഇത് ഈ പറഞ്ഞത് ഉള്ളിൽ തട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ ഞങ്ങളുടെ ഉപാധി പറഞ്ഞു കൊടുക്കുമെന്ന് പറയുകയാണ് രാജേശ്വരി. വരാന്തയിലേക്ക് രാജേശ്വരി ഇരിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് സ്വർണം വാങ്ങുന്നത് മാത്രം പോരാ, അത് വാങ്ങിയ ശേഷം ഒരു എഗ്രിമെൻ്റ് കൂടി നിങ്ങൾ ഒപ്പിട്ട് തരണം. ഈ വീടിലോ ഹോട്ടലിലോ ചുറ്റുമുള്ള ഭൂമിയിലോ സ്ഥാപക ജമ്പക വസ്തുക്കളിലോ ഒരവകാശവും നിങ്ങൾ ഉന്നയിക്കില്ല എന്നും ഞങ്ങൾക്ക് തരുന്നത് സ്വമേധയ ആണെന്നും പറഞ്ഞ് ഒരു എഗ്രിമെൻ്റ് ഞങ്ങൾക്ക് ഒപ്പിട്ട് തരണം. അന്നേരം ഹോട്ടലിലെ സാധനങ്ങൾ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് ഹോട്ടൽ നിങ്ങൾ എടുത്തോണ്ടൊന്നും പോകുന്നില്ലല്ലോ, പിന്നെന്തിനാ അതിലെ ചില്ലലമാരെയും സാധനങ്ങളും ഒക്കെ നിങ്ങൾക്ക്? അന്നേരം ഹോട്ടലിലേക്ക് നോക്കി സങ്കടപ്പെട്ട് ശാരദാമ്മ നിൽക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ് അതിനും കൂടി ചേർത്തുള്ള വിലയാണ് ശാരദാമ്മ പറഞ്ഞത്, അല്ലാതെ ഈ ഓണം കേറാ മൂലയിൽ ഈ ഭൂമിക്ക് ഇത്രയും വിലയോ? വീട്ടിൽ നിന്നും ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ശാരദാമ്മയ്ക്ക് എടുക്കാം. അന്നേരം എഴുന്നേറ്റ് രാജേശ്വരി ചോദിക്കുകയാണ് എന്താ സമ്മതമില്ലാന്നുണ്ടോ ശാരദാമ്മയ്ക്ക്? ആകെ സങ്കടപ്പെട്ട് സമ്മതമെന്നറിയിക്കുകയാണ് ശാരദാമ്മ. അന്നേരം ബാലചന്ദ്രൻ രാജേശ്വരി നോക്കി അങ്ങ് ചിരിക്കുകയാണ്. ഇവിടത്തെ ഇടപാടുകളെല്ലാം തീർത്ത് വീടൊഴിയാനായിട്ട് എനിക്ക് കുറച്ച് സാവകാശം വേണം. എത്ര സമയമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് ഒരു 3 മാസം. അത് കേട്ട് രാജേശ്വരി ചോദിക്കുകയാണ് അപ്പോൾ ഒരു 1/4 കൊല്ലം അല്ലേ? എന്നാൽ പിന്നെ 30 പവൻ വാങ്ങിച്ച് മകളുടെ ജീവിതം അങ്ങ് സേഫാക്കിയിട്ട് നിങ്ങൾക്കിവിടെ 30 കൊല്ലം അങ്ങ് താമസിച്ചൂടെ? തുടർന്ന് 2 മാസത്തെ സാവകാശം അനുവദിക്കുകയാണ് രാജേശ്വരി. അതിനപ്പുറം ഒരു ദിവസവും അനുവദിക്കില്ല ശാരദാമ്മയെ, സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. ഒന്നും മിണ്ടാതെ ശാരദാമ്മ നിൽക്കുമ്പോൾ വീണ്ടും സമ്മതമല്ലേ എന്ന് രാജേശ്വരി ചോദിക്കുന്നു. സമ്മതമാണെന്ന് ശാരദാമ്മ പറയുമ്പോൾ രാജേശ്വരി വീണ്ടും ദേഷ്യപ്പെടുകയാണ്. അത് വാ തുറന്ന് പറയണം, മൂകഭാഷയൊന്നും വേണ്ട. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ ഇറങ്ങുന്നു. സ്വർണവും ഒപ്പിടാനുള്ള എഗ്രിമെൻറ്റുമായി ഞങ്ങൾ മടങ്ങിയെത്തും. വാക്ക് വ്യത്യാസം ഉണ്ടാകരുത് എന്ന് ശാരദാമ്മയ്ക്ക് വീണ്ടും താക്കീത് നൽകി പോവുകയാണ് രാജേശ്വരിയും ബാലചന്ദ്രനും. അവർ പോയ ശേഷം വരാന്തയിലേക്ക് കരഞ്ഞു കൊണ്ടിരിക്കുന്ന ശാരദാമ്മയുടെ അടുത്തേക്ക് വരികയാണ് ശാന്ത. ശാരദാമ്മയെന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ട് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. അന്നേരം ശാന്ത പറയുകയാണ് ഞാൻ താക്കോല് വാങ്ങാനായിട്ട് വന്നതാണ്. അടുക്കളയിൽ ആരെയും കണ്ടില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് കയറിപ്പോന്നു. അല്ല, ശാരികയും ശ്യാമയും ഒക്കെ എവിടെ പോയി ശാരദാമ്മേ? അവര് അമ്പലത്തിലേക്ക് പോയി. എന്നിട്ട് ശാന്തയുടെ മുഖത്ത് നോക്കാതെ തന്നെ ശാരദാമ്മ ചോദിക്കുകയാണ് നീ വന്നിട്ട് കുറേ നേരമായോ? ഏയ് ഇല്ലാന്ന് പറയുകയാണ് ശാന്ത. എങ്കിൽ നീ പോയി ഹോട്ടൽ തുറക്കാൻ നോക്ക്, കീ അലമാരയിൽ ഇരിപ്പുണ്ട്. താനൊന്നും കേട്ടില്ല എന്ന ഭാവത്തിൽ അകത്തേക്ക് തന്നെ പോവുകയാണ് ശാന്ത.
തുടർന്ന് കാണിക്കുന്നത് ഹാളിൽ നിന്ന് ബുക്ക് വായിക്കുന്ന പ്രീതിക്ക് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ശാലിനി. കുടിക്ക് ശാലിനി പ്രീതിയെ നിർബന്ധിക്കുന്നു. ജ്യൂസ് കുടിച്ചു കണ്ട് തന്നെ പ്രീതി ചോദിക്കുകയാണ്, അല്ല വിഷ്ണുവേട്ടൻ എവിടെ പോയി ശാലിനി? രാവിലെ എഴുന്നേറ്റ് പോയി എന്ന് പറയുകയാണ് ശാലിനി. അപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയോ? അതേസമയം ഹാളിലേക്ക് വന്ന സുസ്മിത പെട്ടെന്ന് വാതിൽ മറഞ്ഞു നിന്ന് ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. ശാലിനി പറയുകയാണ്, ഇന്നലെ വരെ മുതലാളിയായിട്ട് ചമഞ്ഞു നടന്ന ആളാണ്, ഇന്നിപ്പോൾ ആരുടെയും തൊഴിലാളിയായി നടക്കുന്നു. പാവം എന്ന് പറഞ്ഞ് ശാലിനി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പ്രീതി ചോദിക്കുകയാണ്, ആഹാ അപ്പോൾ അവിടം വരെ എത്തിയോ കാര്യങ്ങൾ, സന്തോഷം. അതേസമയം പ്രീതിയുടെ ഫോൺ റിങ് ചെയ്യുകയാണ്. അന്നേരം ഫോൺ എടുത്ത് ഡോക്ടർ ആണല്ലോ എന്നും പറഞ്ഞ് സംസാരിക്കുന്നു പ്രീതി ഈ ആഴ്ച ചെക്കപ്പിന് കണ്ടില്ലല്ലോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ്, അത് ഇവിടെ നിന്നും ഇറങ്ങാൻ പറ്റിയില്ല ഡോക്ടർ, ഞാൻ സംഭവങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അന്നേരം ഇതൊക്കെ കേട്ട് ഡോക്ടറൊന്ന് ചിന്തിക്കുകയാണ് സുസ്മിത. തുടർന്ന് ഡോക്ടർ പറയുകയാണ്, ഞാൻ ചില മെഡിസിൻസിൻ്റെ പേരൊക്കെ പറയാം, അതൊന്ന് കുറിച്ചെടുക്കണം. അന്നേരം പ്രീതി പറയുകയാണ്, ഞാൻ ശാലിനിക്ക് കൊടുക്കാം. എന്നിട്ട് ശാലിനിയോട് പറയുകയാണ്, ഡോക്ടർ ചില മെഡിസിൻസിൻ്റെ പേര് പറയാമെന്ന് പറഞ്ഞു, ശാലിനി അതൊക്കെ ഒന്ന് കുറിച്ചെടുക്കാമോ? അതേസമയം ശാലിനി ഫോൺ വാങ്ങുമ്പോൾ ഫോൺ അങ്ങ് കട്ടായല്ലോ എന്നും പറഞ്ഞ് ഡോക്ടർ വീണ്ടും ഫോൺ ചെയ്യുകയാണ്. കട്ടായി പോയല്ലോ എന്ന് ശാലിനി പ്രീതിയോട് പറയുമ്പോൾ പ്രീതി പറയുകയാണ്, സാരമില്ല തിരിച്ചു വിളിച്ചാൽ മതി. അന്നേരം ഞാൻ പേപ്പർ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് ശാലിനി. അതേസമയം എന്തു മരുന്നാ ഇവർ കുറിച്ചെടുക്കുന്നതെന്നൊക്കെ ചിന്തിക്കുകയാണ് സുസ്മിത. തുടർന്ന് ഡോക്ടർ പറഞ്ഞ മെഡിസിൻസിൻ്റെ പേരൊക്കെ കുറിച്ചെടുക്കുകയാണ് ശാലിനി. ഡോക്ടർ പറയുകയാണ്, അടുത്ത ദിവസം തന്നെ പ്രീതിയും കൂട്ടി ചെക്കപ്പിന് വരണം. അത് സമ്മതിച്ച് ഫോൺ വയ്ക്കുകയാണ് ശാലിനി. ഫോൺ വെച്ച ശേഷം ശാലിനി പറയുകയാണ്, ഡോക്ടർ വിളിച്ചത് നന്നായി, മരുന്ന് മുടങ്ങിയില്ലല്ലോ. അന്നേരം പറ്റുമെങ്കിൽ നമുക്ക് വൈകിട്ട് ഹോസ്പിറ്റലിലേക്കൊന്ന് പോകാൻ ശാലിനി എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുകയാണ് ശാലിനി. അതേസമയം മുകളിൽ ശാലിനിയുടെ ഫോൺ റിങ് ചെയ്യുകയാണ്. ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് മെഡിസിൻ കുറിച്ച പേപ്പർ പ്രീതിയുടെ കയ്യിൽ കൊടുത്തിട്ട് ശാലിനി മുകളിലേക്ക് പോകുന്നു. തുടർന്ന് പ്രീതിയും ആ ശാലിനി എന്നും പറഞ്ഞ് ആ പേപ്പർ ടീപ്പോയുടെ പുറത്ത് വെച്ചിട്ട് ശാലിനിയുടെ കൂടെ പോവുകയാണ്. പ്രീതി പോകുമ്പോൾ ആ എഴുതിയ ബുക്കിൽ നിന്നും പേപ്പർ കീറിക്കൊണ്ട് പോകുന്നുണ്ട്. അതേസമയം അകത്തേക്ക് വന്ന സുസ്മിത എന്താ കള്ളത്തരമെന്ന് കണ്ടുപിടിക്കണമല്ലോ എന്നും പറഞ്ഞ് ആ ബുക്കെടുത്ത് എഴുതിയ അടയാളങ്ങൾ ശ്രദ്ധിക്കുകയാണ്. മുകളിലത്തെ പേപ്പർ കീറിക്കൊണ്ട് പോയെങ്കിലും അടിയിലെ പേപ്പറിൽ തെളിഞ്ഞ അക്ഷരങ്ങളിൽ കൂടി എഴുതാൻ ശ്രമിക്കുകയാണ് സുസ്മിത. അതേസമയം സുസ്മിതയുടെ തോളിൽ അന്നേരം ആരോ വന്ന് പിടിക്കുകയാണ്. അന്നേരം ഞെട്ടി നോക്കുകയാണ് തിരിഞ്ഞ് സുസ്മിത. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്